കഴിഞ്ഞ കുറച്ച് ദിവസം കേരളം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു 4 വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ പുഴയിലേക്ക് എറിഞ്ഞത്. ഇതിനു മുമ്പും ഇതൊക്കെ ഇതേ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞത് കുഞ്ഞിനെ അമ്മ എന്തിനു പുഴയിലേക്ക് എറിഞ്ഞു എന്നുള്ളൊരു ചോദ്യമായിരുന്നു. കുടുംബ വഴക്കാവാം എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയപ്പോഴും പിന്നീടാണ് ഈ പറഞ്ഞതുപോലെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ കുട്ടി കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. അതും അച്ഛൻ്റെ സ്വന്തം സഹോദരനിൽ നിന്ന് തന്നെ. ഒരു പക്ഷേ ഇപ്പോൾ 4 വയസ്സുള്ള കുഞ്ഞ് 1-2 വർഷമായിട്ട് ആ പീഡനം അനുഭവിച്ചിരുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പീഡനം അനുഭവിച്ചിരുന്നു എന്നുള്ള ഞെട്ടലോടുകൂടി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നിലവിൽ അമ്മ അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്, അറിഞ്ഞു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അച്ഛൻ അറിയില്ലായിരുന്നു, അമ്മാമ്മയ്ക്ക് അറിയില്ലായിരുന്നു, കുഞ്ഞിൻ്റെ അമ്മൂമ്മയ്ക്ക് അതായത് അച്ഛൻ്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു, മറ്റാർക്കും ഈ കുഞ്ഞ് ഇത്രയും വർഷം പീഡനം അനുഭവിച്ചത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ അമ്മ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നത് കുഞ്ഞിനെ അമിതമായി ഭർത്താവിൻ്റെ വീട്ടുകാർ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ കുഞ്ഞിനോട് ചെയ്തത്, എനിക്ക് കുട്ടിയെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അച്ഛന് വേണ്ടി വേറെ ഇത് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ വഴക്കാണ് എന്നൊക്കെ അമ്മ പറയുമ്പോൾ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. വെറും 4 വയസ്സേ ഉള്ളൂ, ഭൂമിയിലേക്ക് വന്നിട്ട് 4 വർഷം, ചുരുക്കം ചില വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ കുട്ടിയെ കുളിപ്പിക്കുന്നതാര്, ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതാര്, വസ്ത്രം മാറ്റുന്നതാര്, അടിവസ്ത്രം കഴുകുന്നതാര്? 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ അടിവസ്ത്രം കഴിയില്ല. ഇത് പച്ചയ്ക്ക് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറയുമ്പോൾ ഞാനും ഒരു അമ്മയാണ്. 4 വയസ്സുള്ള ഒരു കുഞ്ഞ് സ്വന്തമായിട്ട് വസ്ത്രം കഴിയില്ല. ഒരമ്മയോ അല്ലെങ്കിൽ അതിൻ്റെ അമ്മയുടെ അമ്മയോ ഒക്കെ ആയിരിക്കും കഴിയും. ഇത്രയും വർഷമായിട്ട്, ഇത്രയും നാളുകളായിട്ട് ഒരു നരാധിപൻ, ഒരു കാമവെറിയൻ ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചു, ശാരീരികമായിട്ട് നിരന്തരം ഉപയോഗിച്ചു ഇരിക്കുകയാണ് എന്നറിയുമ്പോൾ ഇത് ആ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നറിയുന്നതിലാണ് സംശയം വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കുടുംബിനികൾ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കാണും, അച്ഛന്മാർ കാണും, സഹോദരന്മാർ കാണും, സഹോദരികൾ കാണും. ഇതൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എന്നെ വീക്ഷിക്കുന്ന ആൾക്കാർ കാണും. അപ്പം നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പം മുതൽ ഡയപ്പർ മാറ്റും, അല്ലെങ്കിൽ അതിന് ശേഷം അവർ പിച്ച വെക്കുന്ന സമയത്ത് അവരുടെ അടിവസ്ത്രങ്ങൾ നമ്മൾ മാറ്റാറുണ്ട്. നമ്മൾ തന്നെയാണ് വാഷ് ചെയ്ത്, സ്ത്രീകൾ അമ്മയൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഈ അടിവസ്ത്രമൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞിനുണ്ടാവുന്ന പീഡനങ്ങൾ അനുഭവിച്ചില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞില്ല, കണ്ടില്ല, സംശയം തോന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു ഇതുമില്ല. കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് കണ്ടില്ല എന്ന് പറയുന്നതിൽ യാതൊരു ഛേദോ വികാരമില്ല. ഇതെല്ലാം ഈ ഫാമിലിയിലെ എല്ലാ സ്ത്രീജനങ്ങളും, ഒരുപക്ഷെ പുരുഷന്മാരും അറിഞ്ഞിരിക്കാം, അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് മുൻപോട്ട് കൊണ്ടുപോയിരിക്കാം. ഒരു പക്ഷേ ഇത് സ്വന്തം അമ്മ ഇത് മറച്ചു വെച്ച് ഒരു പക്ഷേ മാനസിക നില തെറ്റിയപ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞതാവാം. ഈ അഭിമാനക്കൊല അല്ലെങ്കിൽ ദുരഭിമാനക്കൊല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതൊരു വശത്ത് പ്രണയത്തിൻ്റെ പേരിലാണ്, മറ്റു വശത്ത് ചില കുടുംബ വഴക്കുകളുടെ പേരിലും ഇത്തരത്തിൽ നടക്കാറുണ്ട്. ദുരഭിമാനം ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ പഴയ ചിന്താഗതിയാണ് ദുരഭിമാനം. നമ്മുടെ വീട്ടിനകത്തുള്ള എന്ത് പ്രശ്നങ്ങളും മറച്ചു വെച്ചുകൊണ്ട്, എന്ത് പീഡനങ്ങളും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളുടെ കുടുംബം വലുതാണ് എന്ന് കാണിക്കുന്ന ഒരു കാലത്തിൽ നിന്നും ഇതുവരെ കേരള ജനത മാറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്ന് മാറേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ കുട്ടിയുടെ അമ്മ ഇപ്പോൾ നിലവിൽ പോലും പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ പറയുന്നത്, ഞാൻ ഇത്തരത്തിൽ ഈ അച്ഛൻ്റെ സഹോദരൻ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ അത് ഒരു കാലത്തും പച്ചവെള്ളം കുടിക്കുന്ന ഒരു മലയാളിക്കും, ഒരു സ്ത്രീക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനും ഒരു അമ്മയാണ്. കാരണം കുഞ്ഞിനെ മുലയൂട്ടി അതിനെ വളർത്തി അതിൻ്റെ ഓരോ നിശ്വാസങ്ങളും 4 വയസ്സേ അയച്ചിട്ടുള്ളൂ, നമ്മൾ 4 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം അതിനെ കൊത്തി മാറ്റി നിർത്തേണ്ടുന്ന പ്രായം പോലും ആയിട്ടില്ല. ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ 6-ാം മാസം മുതൽ തൊട്ടടുത്ത റൂമുകളിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റി കിടത്തും. പക്ഷേ നമ്മുടെ കേരളത്തിലെ സംസ്കാരം അനുസരിച്ച് നമ്മൾ 18 വയസ്സായ നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കി പിടിച്ച് വളർത്തുന്ന അമ്മമാരെ ഞാനും കണ്ടിട്ടുണ്ട്, എനിക്കും മക്കളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ ഓരോ നിശ്വാസങ്ങളിലും ഒരമ്മ അത്രയും കരുതലെടുക്കുന്ന സന്ദർഭങ്ങളിൽ എത്ര വഴക്കുണ്ടായാലും, എത്ര അച്ഛനോട് പിണക്കമുണ്ടായാലും, അല്ലെങ്കിൽ ഈ പറയുന്നുള്ള അച്ഛൻ്റെ കുടുംബക്കാരുമായിട്ട് വഴക്കുണ്ടായാലും ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ സംശയം ബാക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ആർക്കും അറിയാത്ത പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അച്ഛൻ എന്ന് പറയുന്ന
അച്ഛൻ്റെ സഹോദരനാണ് അവിടെ ഇരുന്ന് കരയുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊരു കരച്ചിൽ. അച്ഛനില്ലാത്ത സങ്കടമായിരുന്നു അച്ഛൻ്റെ ഈ കാമവെറിയനുണ്ടായിരുന്നത്. അവൻ്റെ ആ കണ്ണുനീര് എന്തായിരുന്നു. അപ്പം ഞാൻ ഇത് കണ്ടപ്പം വിചാരിച്ചു, സ്വന്തം അച്ഛൻ ഇത്രയും കരയുന്നില്ല, ഇയാൾ എന്തിനാ ഇത്രയും കരയുന്നത്? അത്രത്തോളം ചിലപ്പോൾ ആ കുഞ്ഞിനെ സ്നേഹിച്ചിരിക്കാം. അപ്പോൾ ആദ്യം വന്ന വാർത്തകളും അങ്ങനെയായിരുന്നു. അച്ഛൻ്റെ വീട്ടുകാർ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നത് കണ്ടിട്ട് മാനസിക നില തെറ്റിയിട്ട് അമ്മ എറിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ സ്ത്രീയുടെ ഭാഗത്തായിരിക്കും തെറ്റ്. ഇത്തരത്തിൽ അച്ഛൻ്റെ വീട്ടുകാർ കൂടുതൽ കുഞ്ഞിനെ സ്നേഹിച്ചത് ഇഷ്ടമല്ലാതിരിക്കാം. അതായിരിക്കും ആ സ്നേഹത്തിൻ്റെ നിഷ്കള രൂപമാണ് ഈ കാമവെറിയൻ ഇങ്ങനെ കരഞ്ഞതെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ആരും അത് അത്രയും ശ്രദ്ധിച്ചില്ല. പക്ഷേ അവൻ്റെ ആ കണ്ണുനീരിൽ എന്തുവായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇപ്പം അച്ഛനും ഇരുന്ന് കരയുന്നുണ്ട്, അപ്പോൾ ഇവരെയൊക്കെ നന്നായിട്ട് ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം അച്ഛൻ അറിയില്ല എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് മന്ദബുദ്ധി. ഒരു മുറി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീടെന്ന് പറയുമ്പോൾ, നമുക്ക് അംബാനിയുടെ വീട് പോലൊന്നുമല്ല, തൊട്ടടുത്തടുത്ത് മുറികളുള്ള വീട്, അല്ലെങ്കിൽ ചെറിയ വീടായിരിക്കും. ഒരു മുറിയിൽ നടക്കുന്നത് തൊട്ടിപ്പുറത്ത് കാണാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞിന് 4 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതിന് മറച്ചു വെക്കാനുള്ള കഴിവില്ല. 4 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ, അല്ലെ ഇതിന് 3-ാമത്തെ വയസ്സ് മുതൽ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ 3 വയസ്സുള്ള കുട്ടികൾക്കെന്ന് പറയുന്ന അവർക്ക് നിഷ്കളങ്കതയുണ്ട്. അവർക്കൊന്നും മറച്ചു വെക്കാനോ ഹൈഡ് ചെയ്ത് വെക്കാനോ ഉള്ള ഒരു പ്രവണതയില്ല. അവർ ഇപ്പം അത് പറയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അറിയാണ്ട് അവരുടെ കൂട്ടുകാരോടോ ഈ പറയുന്ന ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഈ പറയുന്ന സഹോദരനോടോ അച്ഛനോടോ അമ്മയോടോ ഒക്കെ കളിതമാശയായിട്ടെങ്കിലും പറയും. ഇത്തരത്തിൽ തൻ്റെ ശരീരത്തിന് നേരെ എന്തെങ്കിലും ഒരു അതിക്രമങ്ങളൊക്കെ ഒരു പക്ഷേ അതിനുണ്ടായ മുറിവുകൾ അത് സ്വന്തം അമ്മയോട് പറയില്ലേ, സ്വന്തം അച്ഛനോട് എനിക്ക് അവിടെ വേദനിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ശരീരം എനിക്ക് വേദനിക്കുന്നു, പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ ആ കുഞ്ഞ് പറയില്ലേ എനിക്ക് വേദന. അപ്പോൾ ആ അമ്മ നോക്കില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു നോക്കില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ആ കുടുംബത്തിൽ അമ്മൂമ്മ എന്നും വൈകിട്ട് കഞ്ഞി വാരി കൊടുക്കും അത്രേ. കുഞ്ഞിന് ആട്ടിൻ്റെ പാല് എടുത്ത് ആട്ടിൻ ചായ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. പക്ഷേ ഈ കുഞ്ഞിനുണ്ടാകുന്ന മുറിവുകൾ നോക്കി കാണത്തില്ല. ഈ കുഞ്ഞിന് പറ്റിയ ഈ പീഡനം 1.5 വർഷമായിട്ട് ഈ അമ്മൂമ്മ നോക്കില്ല എന്നൊക്കെ പറയല് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതെന്തായാലും കൃത്യമായ അന്വേഷണം കുടുംബക്കാരിലേക്കും നടത്തണം. ഒരു പക്ഷേ ഒരു കാരണം കൊണ്ടായിരിക്കാം ഈ സ്വന്തം കുഞ്ഞിന് നേരിട്ട പീഡനം സഹിക്കാൻ മേലാഞ്ഞ് ഒന്നുകിൽ ഈ സ്ത്രീ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അവിടെ ഒരു വോയിസ് ഇല്ലായിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെയുള്ള സ്ത്രീധന പീഡനങ്ങളും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ തുഷാര വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ഏകദേശം എത്ര വർഷമാണ് പട്ടിണിക്കിട്ട് കൊന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം, അപ്പോൾ പുറം ലോകം അറിയാതിരിക്കാൻ ഒന്നുകിൽ ഈ സ്ത്രീയെ പീഡിപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഈ സ്ത്രീയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ കുഞ്ഞിൻ്റെ മേൽ നടന്നിരിക്കുന്നത്. എന്തായാലും അന്വേഷണം കൂടുതൽ ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ കുടുംബക്കാരിലേക്കും അച്ഛനിലേക്കും ഈ പറഞ്ഞോണം അമ്മൂമ്മ തള്ളയിലേക്കും ഒക്കെ എത്തേണ്ടുന്ന സാഹചര്യമാണ്. ഒരു കുഞ്ഞിന് 3.5-4 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അറിഞ്ഞിട്ടില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയുന്നത് വെറും പച്ചവെള്ളം കുടിക്കുന്ന മലയാളിക്ക് അത് പിടികിട്ടും. കാരണം ഞാനും ഒരു അമ്മയാണ്, നമ്മുടെ കുഞ്ഞിന് ഒരു മുറിവുണ്ടായി നമ്മൾ പിടിച്ചിരുത്തി നോക്കും. ഇനി അംഗനവാടി ടീച്ചർ അതറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ ഒരുപക്ഷെ അവർ അത്രയ്ക്ക് ശ്രദ്ധയുള്ളായിരിക്കും ആ കുട്ടിയുടെ കാര്യത്തിൽ. കാരണം ഈ 3 വയസ്സുള്ള കുഞ്ഞിന് ആദ്യം ഒരു പീഡനം ഉണ്ടായാൽ തന്നെ ഒരു പക്ഷേ അതിൻ്റെ പിറ്റേന്ന് തന്നെ അതിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അതിൻ്റെ അമ്മൂമ്മയോ അല്ലെങ്കിൽ അതിൻ്റെ അച്ഛനെയോ ആരെങ്കിലുമൊക്കെ, ഒരു പക്ഷേ അംഗനവാടി ടീച്ചറിനെ, കുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ്, കുട്ടികൾക്ക് മറച്ചു വെക്കാൻ അറിയില്ല, അത് തുറന്നു പറയും. അപ്പം അത്തരത്തിൽ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിന് നിരന്തരം ഏൽക്കുന്ന പീഡനങ്ങൾ, അതിൻ്റെ മുറിവുകൾ, ഒരു പക്ഷേ എനിക്ക് ഈ പുറത്ത് പറയാൻ പറ്റാത്ത ഞാനൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി കാര്യഗൗരവമായിട്ട് എനിക്കിത് എത്തിക്കാമായിരുന്നു. ചിലപ്പോൾ ഇത് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഒരു സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടായിരിക്കും കുഞ്ഞുങ്ങൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ച അവരുടെ ചില ഭാഗങ്ങളിലുണ്ടാകുന്ന മുറിവുകൾ ഒരുപക്ഷെ പ്രത്യക്ഷമായിട്ട് നമുക്കത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത് ഈ പറയുന്ന അടിവസ്ത്രം കഴുകുന്ന അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ കഴുകുന്ന അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ ഒക്കെ മനസ്സിലാവും. 1.5 വർഷമായിട്ട് ഇത് അറിഞ്ഞിട്ടില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. എന്തായാലും ഇതിന് കാര്യമായിട്ട് തന്നെയുള്ള
ഇത് നടക്കണം, അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇത് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഈ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞതിൻ്റെ കാരണം ഈ അമ്മ പറയുന്ന കാരണമല്ല, അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇനിയൊരു പീഡനം നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന്, ഏറ്റവും വലിയ സുരക്ഷിതത്വം സ്വന്തം കുടുംബമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ വ്യക്തികളും, ഓരോ കുഞ്ഞുങ്ങളും. ആ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ നിന്ന് തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇടവരാതിരിക്കട്ടെ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാർ അതിവേഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, അത് സ്കൂളുകളിലായാലും വീടുകളിലാണെങ്കിലും കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരിക്കേണ്ടുന്ന കാലം അടുത്തിരിക്കുന്നു. ഈ കാമവെറിയന്മാർ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ അടുത്ത് തന്നെയുണ്ട്, നമ്മുടെ സ്വന്തം എന്ന് കരുതുന്നവർ തന്നെയായിരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടുതൽ സുരക്ഷിതരാവേണ്ടുന്ന കാലം അടുത്തിരിക്കുകയാണ്. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സർക്കാർ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു.